ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും വീട്ടിലെ ഗാർഡനൊക്കെ നനച്ച് സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഇറ്റ് മീൻസ് വീട്ടിലെ ഗാർഡനൊക്കെ നമ്മൾ നല്ല കെയർ ചെയ്ത് കൊണ്ട് നടക്കണമല്ലോ. എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വീട് പണിയൊക്കെ തുടങ്ങുന്ന നമ്മുടെ ചേട്ടന്മാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പ്രിങ്കിൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. പ്രത്യേകിച്ച് വീട്ടിൽ ഗാർഡൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് നമുക്കതിന് വേണ്ടത്. പ്രത്യേകിച്ച് വലിയ എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പൈപ്പ്, പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ട പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. കോൺക്രോഡ് എന്ന ബ്രാൻഡിൻ്റെ 4 ആംസ് സ്പ്രിംഗ്ലറാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ സംഭവം ഞാൻ ഈ ബോക്സിൽ നിന്ന് എടുത്ത് കാട്ടിത്തരാം. ഇതേ നോക്കി, ഇതാണ് സംഭവം. ബോക്സ് അവിടെ കിടക്കട്ടെ. ഇതാണ് സംഭവം. ഇങ്ങനൊരു പാർട്ടായിട്ടാണ് വരുന്നത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോൺ വഴി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്, 2 പീസായിട്ടാണ് വരുന്നത്. ജസ്റ്റ് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതേ ഈ ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്കിതിവിടെ നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ പൈപ്പ് കണക്ട് ചെയ്താൽ ഇതിലൂടെ ഈ 4 ആംസിലൂടെയും വെള്ളം പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ്ലറിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പൈപ്പ് ജസ്റ്റ് ഒന്ന് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 4 ആംസിലൂടെ, അതായത് 4 ആംസിലൂടെ വാട്ടർ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണക്ട് ചെയ്തിട്ട് ഓക്കെ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ടാപ്പ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്ത ആ ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്തിട്ട് നമ്മുടെ സ്പ്രിംഗ്ലറിലേക്ക് എത്തും. എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചുറ്റുമുള്ള ചെടികളിലെയും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മരങ്ങളിലെയും പിന്നെ നമ്മൾ നിലത്ത് ഫിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ആ ഒരു പുല്ലിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെള്ളം എത്തും. അപ്പോൾ വെള്ളം എത്തി നനയ്ക്കാൻ വെള്ളം എത്തിയിട്ട് നമുക്ക് നനയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ കണ്ടൊരു വ്യത്യസ്ത കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്ക് 360 ഡിഗ്രിയിൽ കറങ്ങുന്നത് കൊണ്ട് തന്നെ എല്ലാ ഏരിയയും ഇത് കവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഉപകാരം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഡെമോ കാണിക്കേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 3/4 ഇഞ്ചിൻ്റെ ഓസൊക്കെ വെച്ച് കണക്ട് ചെയ്തത്. ഇത് നമ്മൾ മണ്ണിൻ്റെ അടിയിലൂടെ പൈപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളതവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വീട്ടിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് 150 രൂപയാണ് ഒരു സ്പ്രിംഗ്ലറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പൈപ്പ് നമ്മൾ ഓൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, നല്ല അടിപൊളിയായിട്ട് ചുറ്റും 360 ഡിഗ്രിയിൽ, അതായത് 4 ആംസ് ഉണ്ട്. അതിന് 4 ആംസും നമ്മൾ ടാപ്പ് ഓൺ ചെയ്ത സമയത്ത് കറങ്ങിയിട്ട് 360 ഡിഗ്രിയിൽ എല്ലാ ആംഗിളിലും വെള്ളം എത്തിയിട്ട് അവിടുത്തെ കൊച്ചു കൊച്ചു ചെടികളും മരങ്ങളും പിന്നെ അവിടെയുള്ള പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് നനയുന്നുണ്ട്. ഏകദേശം നമ്മളിത് ഓൺ ചെയ്തിട്ടൊരു 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ ആ ഒരു സ്ഥലം ഒരു 100%, ഒരു 90% കവറാവും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ സ്പ്രിംഗ്ലറിൻ്റെ ആ ഒരു റിവ്യൂ വീഡിയോ, അത് അൺബോക്സിങ് ആൻഡ് റിവ്യൂ പ്ലസ് ടെസ്റ്റിംഗ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് അതിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. അത് നമ്മൾ ഈ ഗാർഡനിൽ എവിടെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്നൊക്കെ ആണ് നമ്മളിനി അടുത്തായിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു മെയിൻ ടാപ്പിൽ നിന്ന് ഒരു 1/2 ഇഞ്ചിൻ്റെ നമ്മുടെ മണ്ണിനടിയിലൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പൈപ്പ്, PVC മോഡൽ പൈപ്പാണ്. ഫുള്ളായിട്ട് PVC എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മണ്ണിനടിയിലൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഹാഫ് PVC കോട്ടഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ്. നമുക്ക് ആ പൈപ്പ് നമ്മുടെ ആ സൈഡിൽ നമ്മുടെ ആ മതിൽ പോലെയുള്ള ഒരു സംഭവമില്ലേ, നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന വെള്ള നിറത്തിലുള്ള ആ സംഭവത്തിൻ്റെ സൈഡിലുള്ള പുല്ലിൻ്റെ മണ്ണൊന്ന് ഇളക്കിയിട്ട്, മണ്ണിലുള്ള പുല്ലൊന്ന് ഇളക്കിയിട്ട് സൈഡ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ആ പൈപ്പ് അടിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇറക്കി വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു പൈപ്പ് നിങ്ങളിപ്പം കാണാം, പൈപ്പ് നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ ഒരു T-ജോയിൻറ്റ് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ T-ജോയിൻറ്റ് കണക്ട് ചെയ്ത ശേഷം നമ്മൾ അവിടെ നിന്ന് ഏകദേശം 1 മീറ്റർ പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്പ്രിംഗ്ലർ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 മീറ്റർ കൂടുതലുണ്ട്, 1.5 മീറ്റർ മാക്സിമം ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ അവിടെ നിന്നൊരു T-ജോയിൻറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ സ്പ്രിംഗ്ലറിന് കണക്ട് ചെയ്ത് കൊടുക്കും.
അവിടെ നമ്മൾ മണ്ണിളക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യും. അതായത് ബാക്കി നമ്മൾ സൈഡിലൂടെ തന്നെ ആ പൈപ്പ് നമ്മളിപ്പം മണ്ണിനടിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. സൈഡിലുള്ള മണ്ണൊക്കെ നമ്മൾ നീക്കിയ ശേഷം ആ പുല്ല് നീക്കിയ ശേഷം സൈഡിലുള്ള മണ്ണിനടിയിലൂടെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പ് ഇങ്ങനെ എത്തിച്ച് നമ്മൾ ആ ഒരു മതിലിൻ്റെ ആ ഒരു ഭാഗത്ത് തൊടിയിച്ചിട്ടുണ്ട്. തൊടിയിച്ച ശേഷം അവിടെ നിന്ന് ഒരു എൽബോ കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബാക്കി പൈപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേ 2 സൈഡിലും ചെയ്ത പോലെ തന്നെ സൈഡിലൂടെ തന്നെ മണ്ണിലുള്ള പുല്ലിളക്കിയ ശേഷം സൈഡിലൂടെ നമ്മൾ ആ പൈപ്പ് മണ്ണടിയിലൂടെ തന്നെ എടുത്തിട്ട് അടുത്ത ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ച ശേഷം നിങ്ങൾക്കിപ്പം കാണാം, ജസ്റ്റ് ആ ഭാഗം ഞാൻ നേരോട്ട് കാണിച്ചു തരാം. ആ ഒരു ഭാഗത്തിലൂടെ തന്നെ നമ്മളിപ്പോൾ അടിയിലേക്ക് നമ്മുടെ പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുല്ല് നമ്മൾ സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഓരോ സ്ക്വയർ ഫീറ്റ് നമ്മൾ കണക്ക് ചെയ്താണ് വെക്കുക. അത് വെച്ച് ഏകദേശം ഒരു 4-5 ദിവസം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ജോയിൻ്റ് ആവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് നമ്മുടെ പുല്ല് കിട്ടുക. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വയർ ഫീറ്റിന് നമ്മൾ ഓരോന്ന് വെക്കുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പുല്ല് മാറ്റിയിട്ട് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ടാപ്പ് നമുക്ക് ഓൺ ചെയ്ത ശേഷം ഇതിൻ്റെ വർക്കിംഗ്, അതായത് ഇപ്പം നമ്മൾ 2 സ്പ്രിംഗ്ലർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡനിലാണ് നമ്മളിത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്പ്രിംഗ്ലർ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. അതവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. നമ്മൾ ആ ഒരു പച്ച കളറുള്ള നമ്മുടെ പുല്ലിൻ്റെ ഇടയിൽ ഒരു യെല്ലോ കളറുള്ള ഒരു മെഷീൻ അതും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ ഈ വലിയ വലിയ ഗാർഡനിലൊക്കെ കാണാറില്ലേ, ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ തന്നെ സ്പ്രിംഗ്ലറിൻ്റെ വേറൊരു മോഡൽ 360 ഡിഗ്രി തന്നെ കറങ്ങുന്ന, പക്ഷേങ്കിൽ ഇത് അതല്ല അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ്. ഒരു 4 ആംസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് 360 ഡിഗ്രിയിൽ കറങ്ങി തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ടാപ്പിൻ്റെ അറ്റത്ത് ഒരു റെഡ്യൂസർ വെച്ച് കൊടുത്താൽ മതി. റെഡ്യൂസർ വെച്ച് കൊടുത്താൽ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ സ്പ്രിംഗ്ലർ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇവിടെ നിന്നൊന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ എയറോട്ട് കാണിക്കുന്നിടത്ത് നിന്ന് ഈ ഒരു ഭാഗം ഇതാണ് നമ്മളെ 2ാമത്തെ ഭാഗം. ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇത് കറങ്ങുന്നത് കൊണ്ട് തന്നെ, അതായത് ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നനച്ചെടുക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതിൻ്റെ വർക്ക് അത് തന്നെ തുടർന്നോളും. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 150 രൂപയാണ്. നമ്മുടെ ഷോപ്പുകളിലൊക്കെ കിട്ടും നമ്മുടെ പൈപ്പൊക്കെ വാങ്ങുന്ന. പിന്നെ 150 രൂപയ്ക്ക് ഇത് വോത്താണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഇത്രയും സ്ഥലത്താകെ ചിലവ് വന്നത് ഏകദേശം ഒരു 1000-1500 രൂപ, 1000 to 1500 രൂപയുടെ ഇടയിലാണ്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്വൽ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? നമ്മുടെ സ്പ്രിംഗ്ലർ ഇൻസ്റ്റാളിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സിനാൻ അവള സൈനിങ്.